ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പവിത്ര സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വേദയെ കൂട്ടിക്കൊണ്ടുപോകാനെന്ന് പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്തും കൂടെ വന്നിരിക്കണേ. അതിനാണെന്ന് അറിയുമ്പോൾ തന്നെ വേദ അത് നിരസിക്കുകയാണ്. വർഷ പറയും, നീ ഇപ്പോൾ വിവേകത്തോടെ ചിന്തിക്കേ, ഇപ്പോൾ ഇവിടെ നിനക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നന്ദിനിക്കും നിങ്ങൾ കുറെ സമയമായിട്ട് സംഭവിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. എന്ത് സംഭവിക്കാനാ? വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവളെ കൊല്ലുവോ? വർഷയ്ക്കും എന്താ സംശയം? ഞങ്ങൾക്ക് അങ്ങനെ സംശയിച്ചൂടെ? അപ്പോഴായിരിക്കും എന്താ ഒരു സംസാരം എന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ട് വരികയാണേ. ഇവരാണെന്ന് മനസ്സിലാവുമ്പോൾ, ആ നിങ്ങളോ? കമലയുടെ വയ്ക്കും, എന്താ കമലേ, നീ ഇവരെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്? നിങ്ങൾ അകത്തേക്ക് വരൂ. ശ്രീകാന്ത് പറയും, വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. നന്ദിനി പറയും, അയ്യോ അച്ഛാ, ഇവരെ വേദയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നവരാണ്. ഇവിടെ നിർത്തിയാൽ നമ്മൾ കൊല്ലും അത്രേ. ഇത് കേൾക്കുമ്പോൾ മാഷ് ഞെട്ടലോടെ വേദയെ നോക്കും. കമല പറയും, നിങ്ങൾക്ക് വേദയെ കൂട്ടിക്കൊണ്ടു പോകണം എന്നല്ലേ ഉള്ളൂ, കൊണ്ടുപോയിക്കോളൂ. എന്തിനാ വെറുതെ വഴക്കിടുന്നത്? അതിൽ മാഷ്, കമല പറയും, ഞാൻ പറഞ്ഞതില് തെറ്റുണ്ടോ മാഷേ? അല്ലെങ്കിൽ തന്നെ അവനെ ഓർത്ത് കണ്ണീര് തോരാതിരിക്കുകയാണ് നമ്മള്. അതിന്റെ കൂടെ ഇവരുടെ അപമാനം കൂടെ സഹിക്കണോ? ശ്രീകാന്ത് പറയും, കേട്ടല്ലോ, ഇനി നിനക്ക് ഞങ്ങളുടെ കൂടെ വരാലോ. നന്ദിനി പറയും, ആ അതെ, ഇനി അമ്മ പിടിച്ചു നിർത്തി എന്നുള്ള പരാതി വേണ്ടല്ലോ, ഇറങ്ങിക്കോ. മാഷ് നന്ദിനി എന്ന് ഉച്ചത്തിൽ വിളിക്കുമ്പോ നന്ദിനി പറയും, ഈ വീട്ടിലുള്ളവരെ കൊലപാതകികൾ എന്ന് വിളിച്ച എനിക്ക് സങ്കടം വരില്ല അച്ഛാ, ഞാൻ ഈ വീട്ടിലെ മരുമകളല്ലേ. വേദയ്ക്കും, അപ്പൊ പിന്നെ ഞാൻ ആരാണ്? നന്ദിനി പറയും, സ്വന്തം ഭർത്താവിനെ ജയിലിലേക്ക് അയച്ചിട്ടല്ല മരുമകൾ സ്ഥാനം ഉറപ്പിക്കേണ്ടത്. അവൻ നിന്റെ ഭർത്താവ് മാത്രമല്ല, എന്റെ അനിയൻ കൂടിയാണ്. ഈ അച്ഛന്റെ അമ്മയുടെയും മകനാണ്. വേദ പറയും, ഹോ, എന്നാ പ്രിയപ്പെട്ട ചേച്ചി ചെന്ന് ആ അനിയനെങ്ങ് ഇറക്കിക്കൊണ്ടുവരൂ, കാണട്ടെ. നന്ദിനി അങ്ങ് ഞെട്ടിപ്പോവും. അത് പിന്നെ എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ. വേദ പറയും, ഇല്ലല്ലോ, എന്നാ പിന്നെ വലിയ വർത്താനൊന്നും വേണ്ട. ജയിലിലുള്ളത് എന്റെ ഭർത്താവാണ്. എന്റെ ഭർത്താവ് ഒന്നിച്ചുള്ള ജീവിതം നഷ്ടപ്പെടുന്നത് എനിക്കാണ്. വെറുതെ അത് ചെയ്യാൻ എനിക്ക് എന്താ ഭ്രാന്താണെന്ന് കരുതിയോ? അങ്ങനെ വേദ പറഞ്ഞു കൊടുക്കുമ്പോ അമ്മയൊക്കെ ഞെട്ടിലൂടെ വേദയെ നോക്കുകയാണ്. അതില് മാഷെ വേദയെ എന്ന് വിളിച്ചിട്ട് പറയണ്ടെന്ന് തലയാട്ടും. അങ്ങനെ വേദ പറയും, നന്ദിനി എടുത്തി എന്നെ വിളിക്കാൻ വന്നത് എന്റെ ചേട്ടനും ഭാര്യയുമാണ്. അവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. ഏട്ടത്തി ഇടപെടണ്ട. അല്ലല്ലേ, അപ്പൊ ഈ വീട്ടിൽ ആര് വന്ന് അച്ഛനും അമ്മയും പരിഹസിച്ചാലും ഞാൻ മിണ്ടാതെ നിൽക്കണം എന്നാണോ? അതിൽ മാഷ് ഉച്ചത്തിൽ പറയും, മിണ്ടാതിരിക്കണം. ഇത് കേട്ട് നന്ദിനി ഞെട്ടിപ്പോവാണ്. വെറുതെ ഇടയിൽ കയറി സംസാരിച്ചാൽ വഴക്കിന് മൂർച്ച കൂട്ടുന്നല്ലാതെ ഒരു പരിഹാരം ഉണ്ടാവില്ല. വേദയെ വിളിക്കാൻ വന്നത് അവളുടെ ചേട്ടനും ചേട്ടത്തിയാണേ. അവരോട് എങ്ങനെ പെരുമാറണമെന്ന് വേദയ്ക്ക് അറിയാം. നന്ദിനി ഇടപെടണ്ട. കമലേ, നീ അകത്തേക്ക് ചെല്ല്. കമല അവിടെ നിന്ന് പോവാണേ. ശേഷം മാഷ് പറയും, നിങ്ങൾക്ക് അകത്ത് വന്ന് കയറിയിരുന്ന് സംസാരിക്കാം. പറയേണ്ടത് എന്റെ മര്യാദ. ഇനി നിങ്ങളുടെ മര്യാദ അനുസരിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞ മാഷ് അവിടെ നിന്ന് അകത്തേക്ക് പോവും. അപ്പൊ വേദ പറയും, കേട്ടല്ലോ, ഇപ്പൊ നിങ്ങൾ കാണിക്കേണ്ട മര്യാദ ഈ വീട്ടിൽ നിന്ന് പോവണം എന്നാണ്. പ്ലീസ്, എന്റെ ഭർത്താവിനെതിരെ മൊഴി കൊടുത്തതുകൊണ്ട് ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കണം എന്ന് എനിക്കറിയാം. ദയവ് ചെയ്ത് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാൻ വരരുത്. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വരും. വാടി, ഇവളോടൊക്കെ നല്ലത് പറയാൻ വന്നാ നമ്മളെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണ്. പിന്നാലെ വർഷ പോകാൻ നേരത്തെ നന്ദിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ നന്ദിനി ഇങ്ങനെ നഖം കടിച്ചു നിൽക്കുമ്പോ വേദ പറയും, മിസ്സിസ് നന്ദിനി വിനായകൻ ഈ നാടകത്തിന് കൂട്ടു നിന്നതുകൊണ്ട് എത്ര കിട്ടി? നന്ദിനി അങ്ങ് ഞെട്ടിപ്പോവും. നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്കെന്താ വട്ടായോ? വേദ പറയും, ഇങ്ങനെ പോയാൽ വട്ടാകും, എനിക്കല്ല നിങ്ങൾക്ക്. ഇത്രയും കാലം ഞാൻ ഏട്ടത്തിന്ന് വിളിച്ചിട്ടുള്ളൂ, എന്നെ കൊണ്ട് ആ വിളി മാറ്റിക്കരുത്, കേട്ടല്ലോ. കൂലം കുത്തി നന്ദിനി. അത് കേൾക്കുമ്പോ നന്ദിനി അങ്ങ് ഞെട്ടിപ്പോകും. എന്താ കേട്ടിട്ടില്ലേ? കൂലം കുത്തി നന്ദിനിന്ന്. ഇത്തിരി കട്ടി കൂടിയ ചീത്തയാണ്. കേട്ടിട്ടില്ലെങ്കിലേ ഏട്ടത്തി വിനയേട്ടനോട് ചോദിച്ചു നോക്ക്, പുള്ളിക്ക് ശരിക്കും മനസ്സിലാകും എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് പോവാണ്. കുലം കുത്തിന്നോ, ഇനി എന്തൊക്കെ വിളിക്കും എന്റെ ഈശ്വര എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് ജയിലിൽ കിടക്കുന്ന വിക്രത്തെയാണ്. വിക്രത്തിനെ കാണാൻ അങ്ങോട്ട് MLA വാസ്തവൻ വന്നിരിക്കുകയാണ്. ശ്രീഹരി ശ്രീനിവാസന്റെ എന്ത് കാര്യവും നടത്തിലാക്കി കൊടുക്കുന്ന ഒരു കൊടിച്ചിപ്പട്ടി നീയായിരുന്നല്ലേ. ഈ വഴി പോയപ്പോ ഒന്ന് നിന്നെ കണ്ടിട്ട് പോകാന്ന് കരുതി കയറിയതാ. പുറത്തേക്ക് ഇറങ്ങാൻ നിനക്ക് ഭയം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ നീ നിന്റെ ഭാര്യയെ കൊണ്ട് മനഃപൂർവ്വം സാക്ഷി പറയിക്കുന്നത്. പക്ഷെ അകത്തായാലും പുറത്തായാലും വാസ്തവന് നീ ഒരുപോലെയാണ്. അതിൽ വിക്രം ചിരിക്കും. എന്നിട്ട് കളിയാക്കിയിട്ട് പറയും, ശരി തമ്പ്ര, ആ കാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നോളാം. എടോ വാസ്തവ, തന്റെ മകൻ അനീതിക്കെതിരെ സമരം ചെയ്തതിന് പോലീസിന്റെ തല്ലുകൊണ്ട് ആശുപത്രി കിടക്കുന്നതല്ല. മകൻ നന്നാവണമെന്ന് ആലോചിക്കുന്ന തന്തയാണെങ്കിൽ താൻ അത് ഓർക്കാദ്യം. പിന്നെ എനിക്കൊരു തെറ്റുപറ്റി, ഞാൻ അതിൽ ഖേദിക്കുന്നുമുണ്ട്. തന്റെ മകനെ ഞാൻ തന്നെ തീർത്തു കളയേണ്ടതായിരുന്നു. ഒരിറ്റ് ജീവൻ ഞാനവിടെ ബാക്കി വെച്ചു. സാരമില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പാകാവുമ്പോ അവൻ ചെറ്റത്തരം ഇനിയും കാണിക്കും. അന്ന് കണക്ക് തീർത്ത് ഞാൻ കൊടുത്തോളാം. ഇത് കേൾക്കുന്ന വാസ്തവൻ ദേഷ്യത്തോടെ തെറി വിളിക്കും. അന്ന് നീ ജീവനോടെ ഇരുന്നാലല്ലേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനായ സർവേശ്വരൻ നീയാണല്ലോ, ഇറങ്ങിപ്പോവാൻ നോക്കടാ എന്ന് പറഞ്ഞു നിൽക്കാണ് വിക്രം. MLA പറയും, ഇതിന് നീ അനുഭവിക്കും, ഉറപ്പാ. അപ്പോഴും വിക്രം പുച്ഛത്തോടെ കളിയാക്കി കണ്ടു ഓ എന്ന് പറയുമ്പോ അയാൾ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് MLA നേരെ സ്റ്റേഷനിലേക്ക് വന്നിരിക്കണേ. SI വേഗം എന്നിട്ട് സല്യൂട്ട് ചെയ്യും.
അല്ല സാറെന്താ ഈ വഴിക്ക് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനെ. ആവശ്യം എൻ്റെ ആയിപ്പോയില്ലേ, താനിരിക്കി എന്ന് പറഞ്ഞ വാസ്തവൻ അവിടെ ഇരിക്കും. ആ പെണ്ണെ മൊഴി മാറ്റി പറയൂടോ. എസ് ഐ സർ എന്ന് വിളിച്ച് കാര്യം മനസ്സിലാവാതിരിക്കുമ്പോ MLA പറയും, വിക്രമിന്റെ ഭാര്യ മൊഴി മാറ്റി പറയോന്ന്. ഇല്ല സാർ, അവര് സ്ട്രോങ് സ്റ്റാൻഡിലാണ്. അവരുടെ വീട്ടുകാർ നിർബന്ധിച്ചാലോ പല രീതിയിലും അവരെ സ്വാധീനിക്കാലോ. അവൻ അത്ര ധൈര്യത്തോടെ സബ് ജയിലിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ വേറെ എന്തോ പ്ലാനിങ് നടന്നിട്ടുണ്ടാവണം. ആ ശ്രീകാര്യ ശ്രീനിവാസൻ അത്ര നിസ്സാരക്കാരനല്ലെന്നറിയുന്നവർ അവളെ സ്വാധീനിക്കാൻ അയാൾ എന്തു വഴിയും സ്വീകരിക്കും. അടുത്ത തവണ അവൾ കോടതിയിൽ മൊഴി മാറ്റിയാൽ എല്ലാം പൊളിയും. എനിക്ക് അവനെ ജയിലിനുള്ളിൽ കിട്ടണം. അതുകൊണ്ട് കേസ് തീരും വരെ വേദയെ ആരും സ്വാധീനിക്കാൻ വരില്ലെന്ന് താൻ ഉറപ്പുവരുത്തണം. കേട്ടല്ലോ? ശരി സാർ, അങ്ങനെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അല്ല സാർ, ഇത് പറയാൻ മാത്രം സാർ ഇങ്ങോട്ട് വരണമായിരുന്നോ? ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? MLA പറയും, ഇങ്ങോട്ട് വരണോ, ഫോൺ വിളിച്ചു പറയണോ, ദൂതനെ അയച്ചു പറയണോന്നൊക്കെ ഈ പറയുന്ന കാര്യത്തിന്റെ പ്രാധാന്യം പോലെ ഇരിക്കും. ഈ വിഷയം എനിക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് മനസ്സിലായല്ലോ? യെസ് സാർ. എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഈ CI വേദയുടെ, അതായത് വിക്രത്തിന്റെ വീട്ടിലേക്ക് വന്നിരിക്കണേ. എല്ലാവരും വേഗം അടുത്തേക്ക് വരുന്നുണ്ട്. നന്ദിനിയും ശ്രീജയും മാഷും കമലയൊക്കെ. മാഷ് വന്നിട്ട് എന്താന്ന് ചോദിക്കുമ്പോ CI പറയും, മാഷെ എനിക്ക് വേദയൊന്ന് കാണണം. എന്താ കാര്യം സാർ? മാഷ് അവരെ ഒന്ന് വിളിക്കോ? മാഷിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ശ്രീചേർത്തി പറയും, വേദ പുറകിലുണ്ട്, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ് വിളിക്കാനായിട്ട്. മാഷ് പറയും, വിക്രത്തെ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ റിമാൻഡ് ചെയ്തു. വേദ നിങ്ങൾക്ക് മൊഴി നൽകി. ഇനിയും നിങ്ങൾ എന്തിനാ ഇവിടെ കയറി ഇറങ്ങുന്നത്? നോക്കൂ, ഒരു സാധാരണ ഒരു മാഷിന്റെ വീടാണിത്. എന്റെ മകൻ വഴിതെറ്റിപ്പോയെന്നോ, അവനിപ്പോ സബ് ജയിലിലാണെന്നും നാട്ടുകാർക്കറിയാം. പിന്നെയും പോലീസ് ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങേണ്ട കാര്യം എന്താണ്? മാഷെ, പ്രതിയെ പിടിക്കുന്നത് മാത്രമല്ലല്ലോ, പ്രതിക്കെതിരെ മൊഴി കൊടുത്തവരെ സംരക്ഷിക്കേണ്ടതും പോലീസല്ലേ? മനസ്സിലായില്ല? അപ്പോ CI പറയും, മനസ്സിലാക്കി തരാം. അപ്പോഴേക്കും വേദ അങ്ങോട്ട് എത്തും. എന്താ സാർ എന്ന് വെച്ച് വേദ വരും. മാഡം, നിങ്ങളിവിടെ സുരക്ഷിതയല്ലെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. വേദ മാഷ് നോക്കും. എന്നിട്ട് ചോദിക്കും, ഇവിടെ എനിക്ക് എന്ത് പ്രശ്നമുള്ളത്? മാഷും ചോദിക്കും, ആരാണ് സാറിന് അങ്ങനെ ഒരു വിവരം തന്നതെന്ന് പറയൂ. എന്റെ ജീവൻ ആപത്തുണ്ട്, അതുകൊണ്ട് കൂടെ ചെല്ലണം എന്ന് ആവശ്യവുമായി ഇവിടെ എന്റെ സഹോദരനും ഭാര്യയും വന്നിരുന്നു. ഇനി അവരുടെ പരാതിയാണോ സാറിനെ ഇവിടെ എത്തിച്ചത്? CI പറയും, ഈ കേസിൽ ഏറ്റവും പ്രധാനം മാഡത്തിന്റെ മൊഴിയാണ്. ഈ കേസിന്റെ അവസാനം തന്നെ മാഡം ആ മൊഴിയിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഭീഷണിപ്പെടുത്തേ സ്വാധീനിക്കുകയോ ചെയ്ത് മൊഴി മാറ്റാൻ പറഞ്ഞാൽ മൊഴി മാറ്റിയാൽ അത് പ്രശ്നമാവാൻ ഇടയുണ്ടല്ലോ മാഡം. സുരക്ഷയെ കരുതി മാഡത്തിനൂടെ താല്പര്യമുണ്ടെങ്കിൽ ഒരു പോലീസുകാരനെ ഡ്യൂട്ടിക്കിടാൻ ഡിപ്പാർട്ട്മെന്റിന് നല്ല സമ്മർദ്ദമുണ്ട്. അമ്മ പറയും, സാറേ, ഇവളുടെ ഒറ്റ മൊഴിയുടെ ബലത്തിൽ എന്റെ മകൻ ജയിലിൽ കിടക്കുമ്പോഴും ഇവളിവിടെ ഒരു പോറല് പോലും ഏൽക്കാതെ നിൽക്കുന്നില്ലേ? അതിലും വലിയ സുരക്ഷ എന്താണ് സാർ കൊടുക്കാനുള്ളത്? ഇനി ഞങ്ങളെല്ലാവരും കൂടെ ഇവളെന്തെങ്കിലും ചെയ്യുന്നാണോ സാർ പറയുന്നത്? CI പറയും, അങ്ങനെയല്ല, അറിയാലോ, ഈ കേസ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന വാസ്തവന്റെ മകന് വേണ്ടി വിചാരണ തീരുന്നത് വരെ പ്രധാന സാക്ഷി കോടതിയിൽ ഹാജരാവേണ്ടതുണ്ട്. അതിനെന്തെങ്കിലും തടസ്സവും മറ്റോ വന്നാ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. മാഷോറും ഇതിനേക്കാളും വലിയ അരുങ്കൊലയ്ക്ക് സാക്ഷി പറഞ്ഞവർ ഈ നാട്ടിലുണ്ട്. അവർക്കൊന്നും നൽകാത്ത പ്രൊട്ടക്ഷൻ വേദയ്ക്ക് നൽകണമെന്ന് തോന്നാൻ കാരണം അത് മാഷേ, വിക്രത്തിനെതിരെ സാക്ഷി പറഞ്ഞതുകൊണ്ട് അവന്റെ കൂടെ ഉള്ളവരൊക്കെ ആകെ ദേഷ്യത്തിലാണ്. വേദയ്ക്കെതിരെ അവരെന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാലോ? ശ്രീകാര്യം ശ്രീനിവാസനും അയാളുടെ സംഘവും അത്ര നല്ല പുള്ളികളല്ലല്ലോ. അവരെന്തിനെങ്കിലും ശ്രമിച്ച് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാലോ. ആദ്യമേ അത് തടയാൻ കഴിഞ്ഞാൽ അതല്ലേ നല്ലത്? വേദ പറയും, ഹോ, അപ്പൊ ശ്രീകാര്യം ശ്രീനിവാസൻ ഞങ്ങളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് സാറിന്റെ ഈ പ്രൊട്ടക്ഷൻ. എന്നാ അത് വേണ്ട സാർ, ശ്രീകാര്യം ശ്രീനിവാസൻ അത് ചെയ്യില്ല. മാഷ് പറയും, എന്റെ മകന്റെ കാര്യത്തിലെ പലയിടത്തും ഞാൻ തലതാഴ്ത്തി നിന്നിട്ടുണ്ട്. ഇനി വീടിന്റെ മുന്നിലും പോലീസിന്റെ അടുത്തും നാണം കെടാൻ വയ്യ സാർ. അതുകൊണ്ടാ ഇവിടെ ആർക്കും അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ട. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ മാത്രമല്ല, സംരക്ഷിക്കാനും പോലീസുകാരന് അധികാരമുണ്ട്. വേദ പറയും, എന്നിട്ടും നമ്മുടെ നാട്ടിലെ പോലീസ് അതിക്രമത്തിന് കുറവൊന്നും ഇല്ലല്ലോ സാർ. എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഞാൻ ആവശ്യപ്പെടണ്ടേ സാർ? ഇതിപ്പോ പോലീസ് സംരക്ഷണം വേണമെന്ന് ചോദിച്ചേ വീട് തോറും കയറി ഇറങ്ങാൻ തുടങ്ങിയോ? അതോ ഈ കേസ് വളരെ പ്രത്യേകതയുള്ളതാണെന്നും സാക്ഷിക്ക് സംരക്ഷണം കൊടുക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടോ? എന്നാ ആ ഓർഡർ ഒന്ന് കാണണം. ഒരു CIക്ക് അങ്ങനെ ഒരു അധികാരം എടുക്കാനുള്ള അവകാശം ഇല്ലല്ലോ സാർ. അയാൾ തല താഴ്ത്തി നിൽക്കണേ. വേദയ്ക്കും, സാറിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ശരി, എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല, വരട്ടെ എന്ന് പറഞ്ഞ അയാൾ പോകാൻ തുടങ്ങുമ്പോൾ, നിൽക്കണം സാർ എന്ന് പറഞ്ഞ് വേദ അടുത്ത് എന്നിട്ട് പറയും, സാർ ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എങ്ങനെയെങ്കിലും ഞാൻ മൊഴി മാറ്റുന്ന ഉറപ്പിക്കാനല്ലേ? ഒരു കാര്യം ഉറപ്പായിട്ടും സാറിന് അയച്ചവരോട് പറയണം, വേദ ഒരു കാരണവശാലും മൊഴി മാറ്റില്ലെന്ന്. അങ്ങനെ വിക്രമിനെ പുറത്ത് വെച്ച് ആക്രമിക്കാന്നേ ആരും വിചാരിക്കണ്ട. അത് കേൾക്കുമ്പോ അയാൾ അവിടുന്ന് പോവാണേ. വേദ അമ്മയെ നോക്കുമ്പോ അമ്മയുടെ മുഖത്ത് ഇപ്പോഴും ദേഷ്യം തന്നെയായിട്ടുള്ളത്. ആ കമലയും അകത്തേക്ക് കയറിപ്പോവും. എല്ലാരും പോയി കഴിഞ്ഞാൽ വേദയും മാഷും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവിടെ. ശേഷം അല്പസമയം കഴിഞ്ഞ് CI ഇക്കാര്യങ്ങളെല്ലാം ആ MLA വിളിച്ചു പറയണേ. കണ്ടിടത്തോളം വേദയുടെ
ഈ മൊഴി കൊടുത്തതില് വിക്രത്തിന്റെ അമ്മയ്ക്ക് എതിർപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. MLAക്കും ഇനി അവരെല്ലാവരും കൂടെ അവളുടെ മനസ്സ് മാറ്റുമോ? സാധ്യതയില്ല സാർ. അവസാനം അവൾ എന്നോട് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് സംസാരിച്ചത്. വിക്രത്തെ വെളിയിൽ വിട്ടുതരാൻ സാധ്യമല്ലെന്ന് അവൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. പുറത്ത് വിട്ട് കഴിഞ്ഞാൽ വിക്രത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അവൾ ഭയക്കുന്നുണ്ട്. MLA പറയും, ഹോ അപ്പൊ അകത്ത് വെച്ച് തന്നെ നമ്മൾ അവനെ അവസാനിപ്പിക്കണം അല്ലേ? CI പറയും, യെസ് സാർ. പുറത്ത് കിട്ടുന്നതായിരുന്നു നമുക്ക് എളുപ്പം. അപ്പൊ CI പറയും, അതിനെ സാധ്യതയില്ല സാർ. ഓക്കെ, താൻ കോള് വെക്ക്, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സംസാരം അവിടെ കട്ട് ചെയ്യണേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നന്ദിനി ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കണേ. എന്താണ് നീ ആലോചിക്കണേ എന്ന് ചോദിച്ചു വിനായകൻ വരുമ്പോ ശ്രീകാന്തും വർഷയും വന്നതും പോലീസ് വന്നതും ഒക്കെ വേദ എതിർത്തതൊക്കെ ഇങ്ങനെ പറയുമ്പോ, ഓ അതാണോ കാര്യം? നന്ദിനി അറിയും, ഇവൾക്കെന്തിനു എത്രയ്ക്ക് പ്രൊട്ടക്ഷൻ? അല്ല, വിക്രം ആ MLAയുടെ മകനെ അടിച്ച് കൊല്ലാറാക്കി. അത് ഇവള് കണ്ട് മൊഴി നൽകിയത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? അതിന് ഇവളെ സംരക്ഷിക്കാൻ പോലീസ് എന്തിനാ? അതിനർത്ഥം ഇവളെ കൊല്ലാൻ ആരോ വരുന്നല്ലേ? ഇവളെ കൊല്ലാൻ ആര് വരുന്നു അർത്ഥം? ആ MLA ആയിരിക്കും. ഓ മണ്ടത്തരം പറയല്ലേ വിനായേട്ടാ. ഇവള് മൊഴി പറഞ്ഞാലേ അത് അയാൾക്ക് അനുകൂലല്ലേ? പിന്നെ അവളെന്തിനാ ഇയാൾ ഉപദ്രവിക്കുന്നത്? ഇവളും മൊഴി കൊടുക്കുന്നത് അയാൾക്ക് അനുകൂലമായിട്ടല്ലേ? അപ്പൊ വേദയെ കൊല്ലാൻ വരുന്നത് മറ്റാരോ അല്ലേ? അതാരായിരിക്കും? അപ്പൊ വിനായകൻ പറയും, ഒന്ന് ആലോചിച്ചിട്ട് നീ പറഞ്ഞത് ശരിയാണല്ലോ, ഞാൻ അത്രയ്ക്ക് ആലോചിച്ചില്ല. നന്ദിനി പറയും, വേദം മൊഴി കൊടുത്തിട്ടില്ലെങ്കിൽ വിക്രം രക്ഷപ്പെടും. അങ്ങനെ വിക്രം രക്ഷപ്പെടാൻ ആരാവും ആഗ്രഹിക്കുന്നുണ്ടാവുക? നമ്മുടെ അമ്മ. നന്ദിനി പറയും, ഹു ഇയാൾ ചിന്തിക്കുന്നത് തലച്ചോറുകൊണ്ടൊന്നും അല്ലേ? വിക്രം രക്ഷപ്പെടാൻ വേണ്ടി അമ്മ വേദയെ അഭയപ്പെടുത്താൻ ശ്രമിക്കോ? ഇനി ശ്രീകാര്യം ശ്രീനിവാസൻ ശ്രമിക്കോ? അതിന് സാധ്യതയില്ല എന്ന് നന്ദിനി പറയുമ്പോ വിനയം പറയും, അവനെ സാക്ഷിയാക്കി ശ്രീകാര്യ ശ്രീനിവാസന്റെ പഴയ കേസുകളിൽ കുത്തിപ്പൊക്കാൻ വാസ്തവൻ MLA നോക്കിയാലോ? ശ്രീകാര്യ ശ്രീനിവാസനെ സീറ്റ് കൊടുത്ത് അയാളെ വാസ്തവന്റെ കൂടെ ചേരുമെന്നും ഒരു വാർത്ത നടക്കുന്നുണ്ട്. നന്ദിനി പറയും, ഹോ ഇത്ര അറിവ് വെച്ചിട്ടാണോ ഇവിടെ ഇങ്ങനെ പൂച്ചയെ പോലെ പമ്മി നടക്കുന്നത്? ഹോ അപ്പൊ അവരെല്ലാം സെറ്റായി. ഇനി വിക്രം അകത്ത് പോണെന്നായിരിക്കും അവരുടെ വിചാരം. വിക്രം അകത്ത് പോയാൽ താൻ കൊടുങ്ങുന്നുള്ളത് കൊണ്ട് വേദയെ കൊണ്ട് സാക്ഷി പറയിക്കാതെ അവളെ അപായപ്പെടുത്താൻ ശ്രീകാര്യം ശ്രീനിവാസൻ ശ്രമിക്കുന്നു. അപ്പൊ അങ്ങനെയാ പോലീസ് വന്നത്. ഹോ എത്ര നേരമായി കഷ്ടപ്പെടുകയാണെന്നറിയോ ഞാനിങ്ങനെ ആലോചിച്ചിട്ട്. വിനായകൻ നന്ദിനിയെ കളിയാക്കി അവിടുന്ന് പറഞ്ഞാക്കിയാണ്. എന്നാലും ആരായിരിക്കും വേദയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നാലോചിച്ചിരിക്കുകയാണ് വിനായകൻ അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശങ്കരൻ കേസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന പ്രമോലുള്ളത് ആ MLA വേദയെ കാണാൻ വന്നിരിക്കുകയാണേ. എന്നിട്ട് പറയും, കുട്ടി കൂറു മാറരുത്. ഇത് കേൾക്കുമ്പോൾ വേദ ഞെട്ടാണ്. അങ്ങനെ അയാൾ അവിടെ കിടന്ന് കുറച്ച് ഷോ കാണിച്ചു പോകുമ്പോൾ വേദ പറയും, അങ്ങനെ അങ്ങ് പോയല്ലോ, എനിക്ക് പറയാനുള്ളത് പറയട്ടെ എന്നിങ്ങനെ പറയുന്നിടത്താണ് ഈ ഭാഗം കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്